പയ്യന്നൂർ കുഞ്ഞിമംഗലത്ത് നിരവധി പേർക്ക് ഭ്രാന്തൻ കുറുക്കന്റെ കടിയേറ്റു. കുഞ്ഞിമംഗലത്ത് മൂശാരിക്കൊവ്വാൽ വണ്ണാച്ചാൽ പ്രദേശങ്ങളിൽ ചൊവ്വാഴ്ച രാവിലെയാണ് ഭ്രാന്തൻ കുറുക്കന്റെ ആക്രമണമുണ്ടായത്. രാവിലെ നടക്കാനിറങ്ങിയവർക്കാണ് ആദ്യം കുറുക്കന്റെ കടിയേറ്റത്. തുടർന്ന് കുഞ്ഞിമംഗലം മൂശാരിക്കോവൽ വണ്ണാച്ചാൽ പ്രദേശങ്ങളിലുള്ള നിരവധി പേർക്ക് കടിയേറ്റു. വളർത്തുമൃഗങ്ങൾക്കും കടിയേറ്റു. കുറുക്കന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ വണ്ണാച്ചാൽ മൂശാരിക്കോവൽ പ്രദേശങ്ങളിലെ 20 പേരെ പയ്യന്നൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. പ്രദേശത്തെ ശ്രീജ, ഉമ, സുഷമ, കുഞ്ഞമ്പു, മധുമാഷ്, കാർത്യായനി, കരുണാകരൻ, തമ്പായി, കമല, ദാമോദരൻ, അരുൺ, സാവിത്രി, ദീപ, സുധാകരൻ, ചന്ദ്രൻ, വിഘ്നേഷ്, രാജു, സജീവൻ, യശോദ, സതീശൻ, കമലാക്ഷി, ഷൈനി എന്നിവർക്കാണ് പരിയാരത്ത് ചികിത്സ നൽകിയത്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരെ എം വിജിൻ MLA, പഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന, CPIM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, മുൻ MLA TV രാജേഷ് എന്നിവർ സന്ദർശിച്ചു. 23 പേർക്കാണ് ഭ്രാന്തൻ കുറുക്കന്റെ ആക്രമണത്തിൽ വലിയ രീതിയിലുള്ള പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിൽ 23 പേർ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. നാട്ടിൽ വലിയ രീതിയിൽ ജനങ്ങളിൽ പരിഭ്രാന്തി പടർന്നു നിൽക്കുകയാണ്. വലിയ രീതിയിലുള്ള ആശങ്കയിലേക്ക് നാട് മാറിയിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട ഫോറസ്റ്റ് വകുപ്പ് മന്ത്രി ഉൾപ്പെടെ അദ്ദേഹം എന്നെ വിളിച്ച് സംസാരിച്ചിരുന്നു. അദ്ദേഹം ഉൾപ്പെടെ അടിയന്തരമായ സാഹചര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ആരോഗ്യവകുപ്പും വളരെ സജീവമായി അവർക്ക് വേണ്ട അടിയന്തരമായ ചികിത്സ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ഉറപ്പുവരുത്തി നൽകുന്നുണ്ട്. പക്ഷേ ജനങ്ങൾ വലിയ ആശങ്കയിലാണ്. തീർച്ചയായും ഇവിടെ വളരെ ഗൗരവത്തോടുകൂടി പരിശോധിക്കേണ്ട ചില തലങ്ങളുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന് ഇതിനകത്തെ സമീപനം, ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇത്തരത്തിൽ അപകടകാരിയായ മൃഗങ്ങളെ കൊല്ലുവാൻ പോലുമില്ല അധികാരമില്ല എന്നുള്ളതാണ്. അവിടെയാണ് വലിയ ആശങ്ക വരുന്നത്. ഇത് പട്ടികളിലേക്ക് ഉൾപ്പെടെ കടന്നുപോയാൽ അതിനെ ഉൾപ്പെടെ കൊല്ലുവാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് ആ നിയമത്തിൽ മാറ്റം വരുത്തണമെന്ന ആവശ്യം നിരവധി തവണയായിട്ട് ഉയർന്നു വരുന്നതാണ്. പക്ഷേ അതിലൊന്നും മാറ്റം വരുത്താൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായില്ല. ആ ഒരു പരിമിതിയും നിൽക്കുന്നുണ്ട്. സംഭവത്തെ തുടർന്ന് പഞ്ചായത്തിൽ ജാഗ്രതാ സമിതി യോഗം വിളിച്ചു ചേർത്തു. കുറുക്കനെ പിന്നീട് ചത്ത നിലയിൽ കണ്ടെത്തി. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.